ഗസയിൽ കുടിനീരെത്തിക്കാൻ സൗദി അറേബ്യ. ഇസ്രായേലിന്റെ ഹീനത ഭൂമിയിലെ ഏറ്റവും നരകമാക്കി മാറ്റിയ ഗസയിലെ അല്പജീവനുകളായ ജനങ്ങൾ ഇന്ന് പൊരുതുന്നത് കുടിനീരിനു വേണ്ടിയാണ്. തിരമാലകൾ ആർത്തലയ്ക്കുന്ന കടൽ അടുത്തുണ്ടായിട്ടും ശുദ്ധവെള്ളം കിട്ടാക്കനിയായ ഗസ സ്ട്രിപ്പിൽ ജനങ്ങൾ വെള്ളത്തിന്റെ വറുതിയിൽ എരിപൊരി കൊള്ളുകയാണ്. കടൽ വെള്ളത്തിൽ നിന്ന് നല്ല വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്ന പ്ലാന്റുകളെല്ലാം ഇസ്രായേൽ തകർക്കുകയോ പിടിച്ചുവെക്കുകയോ ചെയ്തു കഴിഞ്ഞു. UN ഏജൻസികൾ പരിമിതമായ തോതിൽ വിതരണം ചെയ്യുന്ന വെള്ളമാണ് ഏക ആശ്രയം. അതാണെങ്കിൽ ഒന്നിനും തികയില്ല. ഇതിനിടയിൽ ഒരു കൊച്ചു കുഞ്ഞു വലിയ കന്നാസുകളുമായി വെള്ളം വിതരണം ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്ന വീഡിയോ ക്ലിപ്പ് വൈറലായി. ലോകം കണ്ണീർ വാർക്കുകയാണ് ആ കാഴ്ച കണ്ട്. ഇപ്പോഴിതാ ഗസയിൽ 4 ശുദ്ധജല പദ്ധതികൾ സ്ഥാപിക്കാൻ സൗദി അറേബ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കാനും കുളിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം ഗസയിലെ ജനങ്ങൾക്ക് നൽകാനാണ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. ഇതിനായുള്ള കരാറിൽ സൗദി സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജും കിങ് സൽമാൻ റിലീഫ് സെന്ററും ഒപ്പുവെച്ചു. 2 കേന്ദ്രങ്ങളുടെയും സംയുക്ത പദ്ധതിയായി ഗസ സ്ട്രിപ്പിലെ ഖാൻ യൂനിസിലും മിഡിൽ ഗവർണറേറ്റുകളുമായാണ് ഈ 4 പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. പ്രതിദിനം 10 മുതൽ 12 വരെ ക്യൂബിക് മീറ്റർ ഉൽപാദന ശേഷിയുള്ളതാണ് ഈ 4 ഡീസാലിനേഷൻ പ്ലാന്റുകൾ. പ്രതിദിനം 3 ലക്ഷം ആളുകൾക്ക് നേരിട്ട് വെള്ളം എത്തിക്കാൻ ഇതിലൂടെ കഴിയും. ഈ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതിക്ക് വേണ്ടി സോളാർ പദ്ധതിയും ഓരോ പ്ലാന്റിനൊപ്പവും സ്ഥാപിക്കും.